ഹലോ എവരിവൺ, നമുക്ക് ഇന്ന് ഒന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റിലെ എ ജംഗിൾ റൈഡ് എന്ന സ്റ്റോറി പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. അതുപോലെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കേൾക്കുന്ന സ്റ്റോറിയുടെ പേര് എ ജംഗിൾ റൈഡ്. ജംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? കാട്. ഒരു കാട്ടിലൂടെയുള്ള യാത്ര എന്നാണ് ഈ ഒരു കഥയുടെ പേര് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പിക്ചറിൽ തന്നെ കാണുന്നുണ്ടല്ലേ, ഒരു കാർ എടുത്ത് കാട്ടിലെ അനിമൽസ് എല്ലാം എന്താണ് ഒരു റൈഡ് പോവുകയാണ്. എന്നാൽ നമുക്ക് കഥ കേട്ടാലോ. എ ബെയർ ഈസ് വാക്കിംഗ് ഇൻ ദി ജംഗിൾ. കാട്ടിലൂടെ ഒരു കരടി നടന്നു വരികയാണ്. ബെയർ എന്ന് വെച്ചാൽ കരടി, ജംഗിൾ എന്ന് വെച്ചാലോ കാട്. അപ്പോൾ അതാ അവൻ ഒരു കാഴ്ച കണ്ടു. ഏതോ ഒരു ജീവിയുടെ വാല് കാണാനുണ്ട്. അത് ആരുടെ വാലായിരിക്കും? അതെ, ആരുടെ വാലാണ്? ഫോക്സ്, കുറുക്കന്റെ വാലാണത്. വാട്ട് ഈസ് ദാറ്റ്? കരടി ചോദിക്കാണ്, എന്താണത്? വാട്ട് എന്ന് വെച്ചാൽ എന്ത്. ഒരു കുറുക്കൻ കാടിനകത്ത് എന്തോ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അത് കണ്ട് ആകാംക്ഷ തോന്നിയ കരടിയും എന്താണത് എന്ന് നോക്കാൻ പോയി. അപ്പോൾ കരടിയുടെ ചോദ്യം കേട്ട കുറുക്കൻ എന്താണ് പറഞ്ഞത്? ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അറിയാത്ത എന്തോ ഒരു കാര്യം അവരവിടെ കണ്ടിട്ടുണ്ടല്ലേ. കരടിയും കുറുക്കനും സംസാരിക്കുന്നത് കേട്ട് അതുവഴി ആരാ വന്നത് നോക്കൂ. ഒരു എലിഫന്റ് ആണ്, ഒരു ആനയാണ്. അപ്പോൾ ആന പറയുന്നുണ്ട്, ഇറ്റ്സ് എ കാർ. അതൊരു കാറാണ്. അപ്പോൾ ആനയ്ക്ക് പിടികിട്ടിയല്ലേ അതെന്താണ് സാധനമെന്ന്. എന്തായിരുന്നു കൂട്ടുകാരെ അത്? അതൊരു കാറാണ്. ഇറ്റ്സ് എ കാർ. ഒരു പിക്ചറിൽ നോക്കൂ കൂട്ടുകാരെ, പുത്തൻ കാറാണോ അത്? അല്ല അല്ലേ, ഒരുപാട് പരിക്കുകൾ പറ്റിയ ഒരു കാറാണ് അത്. അതിന് ചുറ്റും നിന്ന് അവർ പറയുന്നുണ്ട്, ഇറ്റ് ഹാസ് നോ വീൽസ്. വീൽസ് എന്ന് വെച്ചാൽ ചക്രങ്ങൾ. അതിന് ചക്രങ്ങളില്ല. അപ്പോൾ മറ്റൊരാൾ പറയുന്നുണ്ട്, നോ ഹോൺ. അതിന് ഹോണുമില്ല. നോ ലൈറ്റ്സ്. അതിനെന്താണ്? ലൈറ്റുകളുമില്ല. ഹൂ വിൽ റിപ്പയർ ദി കാർ? അപ്പോൾ ഇതെല്ലാം കേട്ട് അവിടെ നിന്നും ഒരാൾ ചോദിക്കുന്നുണ്ട്, ഹൂ വിൽ റിപ്പയർ ദി കാർ? ആരാണ് ഈ കാർ ഒന്ന് ശരിയാക്കുക? ക്യാൻ യു റിപ്പയർ ദി കാർ? അപ്പോൾ എലിഫന്റ് മങ്കിയോട് ചോദിക്കാണ്, എനിക്ക് ഈ കാർ ഒന്ന് ശരിയാക്കാൻ കഴിയുമോ? അത് കേട്ട മങ്കി പറഞ്ഞു, യെസ് ഐ ക്യാൻ. അതെ, എനിക്ക് കഴിയും. അത് കേട്ട എലിഫന്റ് ലെറ്റ്സ് ഗോ, അതായത് എന്നാൽ പോകാം എന്നും പറഞ്ഞുകൊണ്ട് മങ്കിയുടെ ടൂൾ ബോക്സ് എടുത്തുകൊണ്ട് യാത്രയാവുകയാണ്. ഒരു ടൂൾ ബോക്സിൽ എന്തായിരിക്കും കൂട്ടുകാരെ? അതെ, എന്താണ്? കാറ് ശരിയാക്കാനുള്ള എല്ലാ ടൂൾസും അതിലുണ്ടാകും. അങ്ങനെ ആനയും എലിഫന്റും കൂടി കാറ് നേരാക്കാനായി പുറപ്പെട്ടു. അടുത്ത പിക്ചറിൽ മങ്കി എന്താണ് പറയുന്നത്? ദ കാർ ഈസ് റെഡി. അങ്ങനെ ആ കാറ് ശരിയാക്കിയിട്ടുണ്ട്. കാറ് റെഡി ആയിട്ടുണ്ട് എന്ന് മങ്കി പറഞ്ഞു. അത് കണ്ട മറ്റു അനിമൽസിനൊക്കെ എന്താണ് വളരെ ഹാപ്പിയായി. ഇനി കാർ ശരിയായി കിട്ടിയപ്പോൾ വേറെ എന്തോ ചോദിക്കുന്നുണ്ട്. നൗ ഹൂ വിൽ പെയിന്റ് ദി കാർ? ഇപ്പോൾ ആരാണ് ഈ കാറിനൊന്ന് പെയിന്റ് അടിക്കുക? അപ്പൊ അവർക്ക് കാറിനൊന്ന് പെയിന്റ് അടിച്ച് നല്ല ഭംഗിയാക്കണം എന്ന് തോന്നുകയാണല്ലേ. അപ്പോൾ എലിഫന്റ് പറയുന്നുണ്ട്, ഐ വിൽ. ഞാൻ ചെയ്യാം എന്നാണ് എലിഫന്റ് പറഞ്ഞത്. ബട്ട് വെർ ഈസ് ദി പെയിന്റ്? അപ്പോൾ ഫോക്സ് ചോദിക്കുന്നുണ്ട്, പക്ഷേ പെയിന്റ് എവിടെയാണ്? വേറെ എന്ന് വെച്ചാൽ എവിടെ? അത് കേൾക്കേണ്ട താമസം. 2 പാരറ്റ് പെയിന്റും കൊണ്ട് വരുന്നുണ്ട്. ഹിയർ ഈസ് ദി പെയിന്റ്. പെയിന്റ് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് അവര് കൊണ്ടുവരികയാണല്ലേ. 2 ബക്കറ്റുകളിലായി അവർ റെഡ് കളറുള്ള പെയിന്റ് കൊണ്ടുവരികയാണ്. അങ്ങനെ പെയിന്റ് കിട്ടിയപ്പോ നമ്മുടെ ആനക്കുട്ടൻ കാറിനെ പെയിന്റ് അടിച്ച് ഭംഗിയാക്കാണ്. അത് കണ്ട വേറെ എന്താണ് പറയുന്നത്? യു പെയിന്റ് വെൽ. നീ നന്നായിട്ട് പെയിന്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. അത് കേട്ട ആനക്കുട്ടന് വളരെ സന്തോഷമായി. അവൻ ബെയറിനോട് താങ്ക് യു പറഞ്ഞു. അങ്ങനെ കാറ് റെഡിയായി കഴിഞ്ഞപ്പോൾ കാറിൽ മങ്കിയും ബെയറും ഫോക്സും ബേർഡ്സും എല്ലാം കയറിയിരുന്ന് പോവാണ്. കാർ സ്റ്റാർട്ട് ചെയ്യൂ. അപ്പൊ മങ്കി പറയാണ്, കം ലെറ്റ്സ് ഗോ. വരൂ, നമുക്ക് പോകാം. അങ്ങനെ അവര് കാറും സ്റ്റാർട്ട് ചെയ്ത് പോവാൻ തുടങ്ങി. പക്ഷെ അവർക്ക് മാത്രം പോയാൽ മതിയോ? നമ്മുടെ കാറിന് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കിയ ആനയ്ക്കും കൂടി അതിൽ കയറണ്ടേ? അങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ആനയും കേറാണ്. മീ ടു, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ ആ കാറിലേക്ക് കാലെടുത്ത് വെക്കുന്നുണ്ട്. ഈ എലിഫന്റിന് കാറിൽ കയറിയിരിക്കാൻ പറ്റുമോ?
കൂട്ടുകാർ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പക്ഷെ അവനും ആഗ്രഹമുണ്ട്. ആദ്യമായി കണ്ടൊരു വണ്ടിയാണത്. അതിൽ കയറി കാട് മൊത്തം കറങ്ങണമെന്ന് ആനക്കുട്ടനും ആഗ്രഹം ഉണ്ടാവില്ലേ? എന്തായാലും ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള മറ്റു സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്